ഹായ്, ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഒരു ഹെയർ ബാൻഡാണ്. വേസ്റ്റ് ക്ലോത്ത് വെച്ച് ഉണ്ടാക്കുന്നതാണ്. ലെങ്ത്ത് 40 ഇഞ്ച്, വിഡ്ത്ത് 6 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 40 തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മളിത് എത്രയുള്ളത് വെച്ചാൽ അത്ര കൂടുതലെടുത്താൽ അത്രയും ഭംഗിയിൽ നിൽക്കും. ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു പീസ് എടുത്തിട്ടുണ്ട്. കട്ടിയില്ലാത്തൊരു തുണിയാണ്. ഇത് വെച്ചൊരു അബായ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ബാക്കി പീസാണ്. അത് 2 മടക്കാക്കി സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ എൻഡ് ഭാഗത്ത് 1 ഇഞ്ചിൽ ഈ ഷേപ്പിൽ 2 ഭാഗത്തും വരഞ്ഞു കൊടുക്കുക, 2 എൻഡിലും. അവിടെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. കൈ കൊണ്ട് ചെയ്യാം, അപ്പോൾ ഒരുപാട് നേരം ഇരിക്കേണ്ടി വരും. അത് ഹെയർ ബാൻഡ് വീതിയുള്ളതാണ് എടുത്തിട്ടുള്ളത്. അത് കയറുന്ന വിധത്തിൽ വേണം അവിടെ ഹോള് ഇട്ട് കൊടുക്കാൻ. അവിടെ സ്റ്റിച്ച് ചെയ്യാം, കട്ട് ചെയ്ത് കളയണം. ബാക്കിയുള്ളത് മറിച്ചെടുക്കുകയാണ്. ഞാൻ എൻ്റെ അടുത്തൊരു വലിയൊരു സൂചിയുണ്ട്, അത് വെച്ച് മറിച്ചെടുക്കുകയാണ്. കട്ട് ചെയ്ത് കളയണം അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം. എടുക്കുകയാണ് ഞാൻ ഹെയർ ബാൻഡ്. എന്നിട്ട് അതിലൂടെ 2 സൈഡിലും തിരിച്ച് ഇട്ടതിന് ശേഷം അയൺ ചെയ്തതിന് ശേഷം വേണം 1/2 ഇഞ്ച് ഇട്ട് സ്റ്റിച്ച് ചെയ്യാൻ. വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക 2 വശത്തും. എന്നാലേ അത് നുറിയായിട്ട് നിൽക്കുമ്പോൾ ഭംഗിയുണ്ടാവുള്ളൂ. മറന്നു പോയതാണ്. ഇനി അതിൻ്റെ ഉള്ളിലൂടെ ഹെയർ ബാൻഡ് കയറ്റുക. കുറച്ച് പണി കയറ്റി കിട്ടാൻ കുറച്ച് നേരം നിൽക്കണം. നല്ല ടൈറ്റിൽ വേണം. ലൂസായാൽ അത്രയും ഭംഗി കിട്ടൂല എന്ന് തോന്നണം. ഹെയർ ബാൻഡിൻ്റെ അളവെടുത്ത് അതിൻ്റെ വീതി അനുസരിച്ച് വേണം അടയാളപ്പെടുത്താൻ. ഇനി അയൺ ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് മറിച്ചിട്ടാൽ ഇതാ ഇതുപോലെ 1/2 ഇഞ്ച് വീതം കാണുന്നില്ലേ. ഇനി ഇതിലൂടെ ഹെയർ ബാൻഡ് കയറ്റുക. ഇത് കുറച്ച് ടൈറ്റായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കയറ്റുന്നത് ഇങ്ങോട്ട് നീക്കിയെടുക്കണം. എന്നാൽ അവിടെ കട്ടിയിൽ നിൽക്കില്ല. ഫുള്ളായി കയറ്റിയെടുക്കുക. നല്ല ഭംഗിയുള്ളൊരു ഹെയർ ബാൻഡാണ്. കുട്ടികൾക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെടും. ഫുള്ളായിട്ട് കയറ്റിയെടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ഭാഗം ബ്ലാക്ക് റിബൺ വെച്ച് കവർ ചെയ്യാം.